അമ്മാടം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ 222ാമത് അമ്പ് തിരുനാൾ 25 മുതൽ 27 വരെ ആഘോഷിക്കും. തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം 23-ന് രാത്രി 7-ന് ചെയർപേഴ്സൺ കെ.ഒ. പ്രദീപ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 222ാം തിരുനാളിന്റെ ഭാഗമായി ഇടവകയിലെ 222 ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ ധനസഹായം, നിർധനരായവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ എന്നിവയുൾപ്പെടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ഇക്കുറി തിരുനാൾ ആഘോഷിക്കുന്നത്. 25-ന് രാവിലെ 6-ന് ഫാദർ പോൾ അടമ്പുകുളത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, 7-ന് പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ ശുശ്രൂഷ എന്നിവയും കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പ് വിതരണവും ഉണ്ടാകും. രാത്രി 10-ന് 24 ഇടവക യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് സമാപനവും ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായി 26-ന് രാവിലെ 6-ന് ഫാദർ അനു ചാലിലിന്റെ കാർമ്മികത്വത്തിൽ കുർബാനയും ഉണ്ടായിരിക്കും. ഫാദർ ജെയ്സൺ കാഞ്ഞിരപ്പാറയിൽ സന്ദേശം നൽകും. വൈകിട്ട് 4:30-ന് തിരുനാൾ പ്രദക്ഷിണത്തിൽ 222 പട്ടുകുടകൾ അണിനിരക്കും. അമ്മാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അമ്പ് പെരുന്നാൾ ഈ വരുന്ന ശനി, ഞായർ 25, 26 തീയതികളിൽ നടത്തപ്പെടുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള കൊടിയേറ്റം കഴിഞ്ഞ 17-ാം തീയതി വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട ജോൺ കിടങ്ങനച്ചൻ നിർവഹിക്കുകയുണ്ടായി. മുൻ വികാരി കൂടിയാണ് അച്ഛൻ. ഈ വരുന്ന 23-ാം തീയതി ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മമാണ്. വ്യാഴാഴ്ച വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം. പിന്നെ ശനിയാഴ്ച 25-ാം തീയതി രാവിലെ 2 കുർബാനകളുണ്ട്, 6 മണിക്കും 7 മണിക്കും. 7 മണിയുടെ കുർബാനയ്ക്ക് ശേഷം കൂട് തുറക്കൽ കർമ്മം, പിന്നെ വീടുകളിലേക്കുള്ള അമ്പ് നമ്മൾ കൊടുത്തുവിടും. വൈകുന്നേരം 7 മണി മുതൽ 11 മണിക്കുള്ളിൽ അമ്പ് പ്രദർശനങ്ങൾ പള്ളിയിൽ തിരിച്ചു കയറും. 24 യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത്. 24 യൂണിറ്റിലേക്കും അമ്പുകൾ പോകുന്നുണ്ട്. ഏകദേശം 1100 വീടുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് തന്നെയാണ് അമ്പ് പ്രദർശനങ്ങൾ തിരിച്ച് കയറാറുള്ളത്. 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 6 മണിക്കും 7:30-ക്കും അതുപോലെ തന്നെ 10 മണിക്ക് ആഘോഷമായിട്ടുള്ള പെരുന്നാൾ കുർബാന. വൈകിട്ട് 4 മണിക്ക് വീണ്ടും കുർബാനയുണ്ട്. അതേ തുടർന്ന് പ്രദക്ഷിണം ആരംഭിക്കും. ഡിജിറ്റൽ വർണ്ണമഴ, തിരുമുറ്റമേളം, 27 രാവിലെ 6-ന് കുർബാന, ഒപ്പീസ് എന്നിവയും ഉണ്ടായിരിക്കും. നമ്മൾ ഡിജിറ്റൽ വെടിക്കെട്ട് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതൊരു പ്രത്യേകതയാണ്. ഈ വർഷത്തെ ഒരു പുതിയൊരു നീക്കം ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞ രീതിയിൽ 222ഓളം നമ്മൾ പട്ടുകുടയാണ് നമ്മുടെ പ്രദർശനത്തിന് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു 22ഓളം പൊൻകുരിശും അതുപോലെ തന്നെ കൊടിത്തോരണങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ പ്രദർശനം തന്നെ ഒരു വർണ്ണശബളമായ രീതിയിലാണ് നമ്മൾ കൊണ്ടു നടക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത, നമ്മൾ എല്ലാ വിധത്തിലും നമ്മൾ നിർധനരായവരും അതുപോലെ രോഗികൾക്കൊക്കെ എല്ലാം ചികിത്സാ സഹായം നമ്മൾ കൊടുക്കാറുണ്ട്. ഈ ഡയാലിസിങ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡയാലിസിസ് സഹായം. ഈ വർഷം നമ്മൾ 222 പേർക്ക് നൽകാനായിട്ടുള്ളൊരു ഇതാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള ഒരു ഒരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 2-ന് രാവിലെ 6-ന് വിശുദ്ധ കുർബാന, തുടർന്ന് ഗാനമേള, 7:30-ന് കൊടിയിറക്കം എന്നിങ്ങനെയാണ് പരിപാടികൾ. നമ്മൾ ഈ ഡയാലിസിസ് ഒരു മെഷീൻ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു മെഷീൻ തന്നെ മേടിച്ച് കൊടുത്ത്, അങ്ങനെ ഒരു ഉദ്ദേശം നമ്മൾക്ക് ഈ വർഷത്തെ കമ്മിറ്റിക്ക് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഇതിനും നമ്മളെ രോഗികളെ നമ്മൾ ഇങ്ങോട്ട് വരുത്താതെ അവർക്ക് കുറച്ചും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു പുതിയ കാര്യം ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കമ്മിറ്റിയുടെ ഒരു തീരുമാനം. വികാരി ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിയോ ആലപ്പാട്ട്, കൈക്കാരന്മാരായ പാലു വർഗീസ്, റോജൻ പെലിശ്ശേരി, AC പൗലോസ്, AR ജോഷി, ജനറൽ കൺവീനർ സുജിത്ത് ജോർജ് തട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കാഷ്വാലിറ്റി, ഫാർമസി, ECG, ആംബുലൻസ്, നഴ്സിംഗ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്നു. എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട. ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൽ ഉണ്ട്. റൈഗൽ മെഡിക്കെയർ ഹോസ്പിറ്റൽ, കോസ്മോ ബിൽഡിംഗ്, മുത്തുള്ളിയാൽ. For enquiries and bookings, contact 7994223356, 7994423356.